നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനിശ്ചിതകാല ബസ് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്താൻ തീരുമാനം. റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട്. മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. KSRTCയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയില്ല. SFI പ്രവർത്തകർ കാസർഗോഡ് ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. പാഠപുസ്തക വിതരണം വേഗത്തിലാക്കണമെന്ന് ആവശ്യം. ABVP പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാക്കിയോട് വിട. KSRTC ഡ്രൈവറും കണ്ടക്ടറും ഇനി നീല യൂണിഫോമിൽ. പള്ളിക്കരയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് ആരോപണം. INL പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. കുടയിലും വരുമാനം നേടാം. കയ്യൂർ കൂക്കോട്ടെ കൂട്ടായ്മയുടെ കുട നിർമ്മാണം മാതൃകയാവുന്നു. വാർത്തകൾ വിശദമായി. അനിശ്ചിതകാല ബസ് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി. ജൂൺ 11 മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല ബസ് സമരമാണ് പിൻവലിച്ചത്. ബസ് ഉടമകളുമായി മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ദീർഘദൂര റൂട്ടുകൾ KSRTC ഏറ്റെടുക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്താൻ തീരുമാനിച്ചത്. 2006 നിലവിലുള്ള ബസ്സുകളുടെ പെർമിറ്റ് നിലനിർത്തുകയും ദേശസാൽക്കരണം നടപ്പാക്കുകയും ചെയ്യണമെന്ന സർക്കാരിന്റെ തീരുമാനമാണ് സ്വകാര്യ ബസ്സുകളെ പണിമുടക്ക് നടത്താൻ പ്രേരിപ്പിച്ചത്. സ്വകാര്യ ബസ് മേഖലയെ തകർക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് പറഞ്ഞു. സ്വകാര്യ ബസ് സമരം ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയുമായ ചർച്ചയിൽ പിൻവലിക്കാനുണ്ടായത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ബസ് ഉടമ സംഘം പ്രതിനിധികളും അതുപോലെ തന്നെ മറ്റു ബസ് ഉടമ സംഘങ്ങളും ചേർന്നുകൊണ്ട് സമരം പിൻവലിക്കാനുണ്ടായത്. നിലവിലുള്ള 2 ദിവസത്തിനകം നിലവിലുള്ള KSRTC ബസ്സും സ്വകാര്യ ബസ്സുകളും നിലനിർത്തിക്കൊണ്ട് 2 ദിവസത്തിനകം ബസ് ഉടമ സംഘം ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാവുന്ന ഉറപ്പിന്റെ മേലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. KSRTCക്ക് ഇഷ്ടമുള്ള പെർമിറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഈ തീരുമാനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ കോടതിയിൽ നിന്നും സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ സ്വകാര്യ ബസ്സുകളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിനുശേഷം ഹൈക്കോടതി സർക്കാർ തീരുമാനം അംഗീകരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാതിരിക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. ഇതേ തുടർന്നാണ് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. എന്നാൽ സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകി. റോഡ് അഴിമതി. മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജിലൻസ് പരിശോധന. മഞ്ചേശ്വരം പ്രദേശത്തെ റോഡ് പ്രവൃത്തിയിൽ വ്യാപകമായി അഴിമതി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ബന്ദിയോട് പെർമുദേ റോഡ്, കുഞ്ചത്തൂർ യത്തീംഖാന ദേശീയപാത എന്നിവിടങ്ങളിലെ റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നുവെന്നായിരുന്നു കണ്ടെത്തൽ. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കൈയിട്ട് വാരിയ കരാറുകാരുടെ പ്രവൃത്തിക്കെതിരെ മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി അടക്കം പല സംഘടനകളും പരാതിയുമായി രംഗത്തെത്തി. അവർ തന്നെയാണ് അഴിമതി വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. ബുധനാഴ്ചയാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. വിജിലൻസ് ഡിവൈഎസ്പി രഘുരാമൻ, CA ഡോക്ടർ ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കുഞ്ഞുമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു. പൊതുമുതൽ കൊള്ളയടിച്ച് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവർക്കെതിരെ വ്യാപകമായ പരാതിയും പ്രതിഷേധവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുറഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KSRTC കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ഇനി നീല യൂണിഫോം. സംസ്ഥാന തലത്തിൽ പരിഷ്കാരം നിലവിൽ വരും. KSRTC ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇനി നീല യൂണിഫോമിൽ ജോലി ചെയ്യും. KSRTC മാനേജ്മെന്റും അംഗീകൃത യൂണിയൻ പ്രതിനിധികളുമായി ഉണ്ടാക്കിയ ചർച്ചയിലാണ് യൂണിഫോം പരിഷ്കരിക്കാൻ ധാരണയായത്. ജൂലൈ 1 മുതൽ യൂണിഫോം പരിഷ്കരണം നടപ്പിൽ വരുത്തുവാനാണ് തീരുമാനം. നേവി ബ്ലൂ പാൻറ്റും സ്കൈ ബ്ലൂ ഷർട്ടുമാണ് യൂണിഫോമായി ഇറങ്ങുന്നത്. നിലവിൽ ജനറൽ ബസ്സുകളിലെ ജീവനക്കാർക്ക് മാത്രമായിരുന്നു യൂണിഫോം പരിഷ്കരണം ഉണ്ടായിരുന്നത്. ജൂലൈ 1 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവർമാരും കണ്ടക്ടർമാരും
പുതിയ യൂണിഫോമിലായിരിക്കും എത്തുക. KSRTCയിലെ അംഗീകൃത യൂണിയനുകൾ ഈ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. KSRTCയിൽ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന യൂണിഫോമിനാണ് പുതിയ പരിഷ്കരണത്തിലൂടെ മാറ്റം സംഭവിക്കുന്നത്. പാഠപുസ്തക വിതരണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ABVP പ്രവർത്തകർ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിദ്യാഭ്യാസം അഴിമതി വിമുക്തമാക്കുക, പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ABVP പ്രവർത്തകർ സമരത്തിനിറങ്ങിയത്. കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ABVP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ABVP ജില്ലാ സെക്രട്ടറി വൈശാഖ് കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. അധ്യയന വർഷം ഏതൊരു വിദ്യാർത്ഥിക്കും വേണ്ടുന്നത് പാഠപുസ്തകമാണ്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ 30-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ 2-ന് നടത്തിയ പ്രസ്താവനയിൽ ജൂൺ 2-നുള്ളിൽ എല്ലാ വിദ്യാലയങ്ങളിലും പാഠപുസ്തകം എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പാഠപുസ്തകത്തിൽ അച്ചടി പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് സ്വകാര്യ പ്രസ്സുകൾക്ക് അവരെ ലാഭത്തിനു വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന പ്രസ്സുകളിൽ കൊടുക്കാതെ അവരെ അച്ചടിക്കാതെ പാഠപുസ്തകങ്ങൾ കൊടുത്തിരിക്കുന്നത് സ്വകാര്യ പ്രസ്സിലേക്കാണ്. എന്തിനു വേണ്ടിയാണ് ഇത്രയും അഴിമതികൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്? അജയകുമാർ അധ്യക്ഷനായിരുന്നു. പ്രണവ് പരപ്പ സ്വാഗതം പറഞ്ഞു. പള്ളിക്കരയിലെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധം. INL പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി ധർണാ സമരം നടത്തി. പള്ളിക്കര പഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് INL സമരത്തിനിറങ്ങിയത്. പള്ളിക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ INL പ്രവർത്തകർ ധർണ നടത്തി. ഭരണസ്വാധീനം ഉപയോഗിച്ച് കോൺഗ്രസും ലീഗും വാർഡുകൾ അശാസ്ത്രീയമായി കീറിമുറിച്ചിരിക്കുകയാണെന്ന് INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം പറഞ്ഞു. ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തിന്റെ സ്വാഭാവികമായിട്ടും സമ്മർദ്ദമുണ്ടാകാം. ആ സമ്മർദ്ദമുണ്ടാകുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കരുതേണ്ടത് കേരളം ആരുടെയും തറവാട് സ്വത്തല്ല. ആരുടെയും തറവാട് സ്വത്തല്ല. ഇവിടെ മാറി മാറി വരിക്കുന്ന ഗവൺമെന്റുകളുണ്ട്. ഗവൺമെന്റുകൾ മാറും, ഗവൺമെന്റുകൾ പുതിയതുണ്ടാകും. അത് ഉദ്യോഗസ്ഥന്മാർ ഓർക്കുന്നത് നല്ലതാണ്. ന്യായപരമായി ജോലി ചെയ്യണം. ജനങ്ങൾ പറഞ്ഞ രീതിയിൽ ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. വാർഡ് വിഭജനത്തിലെ അപാകതകൾ ന്യായപരമായി ചൂണ്ടിക്കാട്ടുന്ന അപാകതകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ പള്ളിക്കര പഞ്ചായത്തിലെ നാഷണൽ ലീഗിന്റെ ധീരരായ ചുടകുട്ടികൾ നടത്തുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഭരണസ്വാധീനത്തിന് വഴങ്ങി അശാസ്ത്രീയമായി വാർഡ് വിഭജനം നടത്തുകയായിരുന്നുവെന്ന് INL ആരോപിക്കുന്നു. PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ അധ്യക്ഷനായി. KMK റഷീദ്, കപ്പണ മുഹമ്മദ് കുഞ്ഞി, മൗവൽ ആമുഹാജി, മൊയ്തു ഹദ്ദാദ് നഗർ, കരീം പള്ളത്തിങ്കാൽ, ഷമീർ ബേക്കൽ, ഗഫൂർ ബേക്കൽ, ഹുസൈൻ ഹാജി, KK അബ്ബാസ്, കുഞ്ഞബ്ദുള്ള, MH ഹാരിസ് എന്നിവർ സംസാരിച്ചു. MA കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞു. KSRTC ബസ്സിൽ വിദ്യാർത്ഥികളുടെ സൗജന്യയാത്ര പിൻവലിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. SFI സമരരംഗത്ത്. KSRTCയിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം KSRTC സ്റ്റാൻഡിന് സമീപത്ത് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ജിന്ദാബാദ്
പരിപാടി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കുന്നവർക്കെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് രജീഷ് പറഞ്ഞു. ഈ മഹാപർവ്വതം ഈ പത്തായം താങ്ങി നിർത്തുന്നത്, ഈ മോന്തായം ഇങ്ങനെ താങ്ങി നിർത്തുന്നത് ഞങ്ങൾ മഹാന്മാരായതുകൊണ്ടാണെന്ന് ധരിക്കുന്ന പല്ലിയുണ്ട്, ഗൗളിയുണ്ട്. അതാണ് നിങ്ങളുടെ ധാരണ. SFIയുടെ സമരത്തെ ഏതു തമ്പുരാൻ വിചാരിച്ചാലും ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയില്ലെന്ന് തിരിച്ചറിയാൻ ഈ കൂട്ടത്തിൽ കാക്കിയണിഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ചില പോലീസുകാർക്ക് നട്ടെല്ലൊരെണ്ണം കൂടുതലാണ്. ഞങ്ങളെ നാറ്റിക്കളയാം, ഞങ്ങളെ ഉരത്തിക്കളയാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചില പൊന്നുമോനുണ്ട്. ഇത് ഈ കൂട്ടത്തിൽ കാക്കിയണിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങളിപ്പോ സാറേ ഞങ്ങൾ അകത്ത് കടക്കാൻ വേണ്ടി വന്നതാണ്, അകത്ത് കടത്തണമെന്നെല്ലാം മര്യാദയോടെ പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയെ ഞങ്ങൾ അല്പമെങ്കിലും അംഗീകരിക്കുന്നുവെന്ന് ഒന്നുകൊണ്ട് മാത്രമാണ്. മറിച്ച് നിന്റെയൊന്നും തണ്ടും തടിയും കണ്ടല്ലെന്ന് തിരിച്ചറിയാനുള്ള കുഞ്ഞിന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടാകട്ടെ. വി വൈശാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ മഹേഷ്, കെ വിനോദ്, സുഭാഷ് പാടി തുടങ്ങിയവർ പങ്കെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. 3.5 മാസം പിന്നിട്ടിട്ടും ഖനനവിരുദ്ധ സമരം പരിഹരിക്കാൻ നടപടിയായില്ല. സർവകക്ഷി ജനകീയ സമരസമിതി കരിന്തളം വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കരിന്തളം തലയെടുക്കത്തെ KCCPL ഖനനത്തിനെതിരെയാണ് സർവകക്ഷി ജനകീയ സമിതി സമരരംഗത്തുള്ളത്. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഉപരോധം ഉച്ചവരെ നീണ്ടു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി ഈ പ്രക്ഷോഭം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായ നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് സർക്കാർ ഓഫീസ്, വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നതിനുൾപ്പെടെയുള്ള തീരുമാനമെടുത്തുകൊണ്ട് സമരസമിതി മുന്നോട്ട് വന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ ഒരു ഓഫീസ് പൂർണ്ണമായി സ്തംഭിപ്പിക്കുക, ഉപരോധിക്കുക, തുറക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് ഗൗരവമായ വിഷയമായി കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ അടിയന്തരമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ, ഒരു വില്ലേജ് ഓഫീസിന്റെ ഉപരോധത്തിൽ അവസാനിക്കാതെ തുടർന്ന് ഇതിലും കൂടുതൽ വിപുലമായ വിധത്തിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ വിവിധങ്ങളായ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ രൂപത്തിലേക്ക് വരെ പോകാൻ ജനങ്ങൾ നിർബന്ധിതമാകും എന്നതാണ് ഈ സന്ദർഭത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റും സമിതി ചെയർമാനുമായ K ലക്ഷ്മണൻ അധ്യക്ഷനായി. രാഷ്ട്രീയ നേതാക്കളായ TK രവി, KK നാരായണൻ, K രാജഗോപാൽ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, CH ബാലകൃഷ്ണൻ, VV രത്നാവതി എന്നിവർ സംസാരിച്ചു. കൺവീനർ OM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CV ഗോപകുമാർ, NK തമ്പാൻ, SK ചന്ദ്രൻ, N വിജയൻ, N പുഷ്പരാജൻ, M ഷഫീഖ്, NT ശ്യാമള, ബാബു ചേമ്പേന, സമരസമിതി ചെയർമാൻ O ഗോവിന്ദൻ, കൺവീനർ N രമണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടനിർമ്മാണത്തിൽ പരിശീലനം നേടുകയാണ് കയ്യൂർ കൂക്കോട് നിവാസികളായ 45ഓളം പേർ. മഴക്കാലം എത്തിയതോടെ കുടനിർമ്മാണത്തിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ പോളിടെക്നിക്, കൂക്കോട്ട് റെഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കയ്യൂരിൽ സൗജന്യ കുടനിർമ്മാണം ആരംഭിച്ചത്. പ്രദേശത്തെ 45ഓളം പേരാണ് കുടനിർമ്മാണത്തിൽ പരിശീലനം നേടുന്നത്. സ്വയം തൊഴിൽ രംഗത്ത് പ്രദേശവാസികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ത്രൂ പോളിടെക്നിക്സ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും കയ്യൂർ റെഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടനിർമ്മാണ പരിശീലന കോഴ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ട് ഗ്രാമീണ യുവാക്കന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതുപോലുള്ള പരിശീലന പരിപാടികൾ ഗ്രാമങ്ങളിൽ പോളിടെക്നിക്കിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. പരിശീലനത്തിന് ശേഷം വീടുകളിൽ വെച്ച് തന്നെ കുട നിർമ്മിച്ച് വിപണനം നടത്താൻ ഇവരെ സജ്ജരാക്കും. PK ജയമാലിനി, PV ശൈലജ, KP ജിജി, VK ബാലൻ എന്നിവരാണ് പരിശീലനം നൽകുന്നത്. മില്ലടച്ചിട്ടും ഫ്യൂസ് ഊരിയെടുത്തു. വൈദ്യുതി വകുപ്പിനെതിരെ പരാതിയുമായി ബേക്കറി ഉടമ. കുഞ്ചത്തൂർ തുമിനാട്ടെ MM പ്ലാസയിൽ ഹണി ബേക്കറി ഉടമ മോസയാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വൈദ്യുതി ബിൽ അടച്ച വിവരം ലൈൻമാനെ അറിയിച്ചിട്ടും ചെവികൊള്ളാൻ കൂട്ടാക്കാതെ അദ്ദേഹം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്ന് 4 ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായതായും കാണിച്ചാണ് മോസ അധികൃതർക്ക് പരാതി നൽകിയത്.
തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പോയി ബില്ലടിച്ചിട്ട് ഞാൻ മംഗളാപുരം പോയി വരുന്ന സമയത്ത് അവിടെ ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെ അറിയാത്ത സമയത്ത് വന്നിട്ട് 2-2:30 മണിക്ക് വന്നിട്ട് അവരോട് എന്തോ സംസാരിച്ചത് എന്തോ കൈക്കൊണ്ട കാര്യം സംസാരിച്ചതെന്ന് പറയുന്നവർ അവർക്കൊന്നും മനസ്സിലായില്ല. അവർ അറിയാതെ കാരണം അവർ പീസ് കൂരി പോയ കാരണം അവർക്ക് ജോലിക്കാർക്കൊന്നും അറിയില്ല. പിന്നെ അറിയുന്നത് ഞങ്ങൾ 6 മണി സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ സാധനങ്ങൾ ഞങ്ങളോട് ഫ്രിഡ്ജിലുള്ളതായ 10-25,000 ഐസ്ക്രീമും സാധനങ്ങളും ഒക്കെ മെൽട്ടായി പോയി സാധനമൊക്കെ. ഞങ്ങൾ മാസം കറക്റ്റ് രീതിയിൽ ബില്ലടക്കുന്ന ആൾക്കാരായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കടന്നൽക്കൂട് അപകട ഭീതി ഉയർത്തുന്നു. നീലേശ്വരം തൈക്കടപ്പുറം അഴിത്തല പുലിമുട്ടിന് സമീപമാണ് കടന്നൽക്കൂടുള്ളത്. അഴിത്തല അഴിമുഖത്തെ സൂര്യാസ്തമയം കാണാൻ ഞായറാഴ്ചകളിൽ നിരവധി പേർ എത്താറുണ്ട്. പുലിമുട്ടും വന്നതോടെ സഞ്ചാരികളുടെ എണ്ണം കൂടി. കല്യാണ ചടങ്ങുകളുടെ ഔട്ട്ഡോർ എടുക്കാനും നിരവധി പേർ എത്തുന്ന സ്ഥലമാണ് ഇത്. ഇവരെയെല്ലാം ഭീതിയിലാഴ്ത്തിയാണ് കാറ്റാടിക്കൂട്ടത്തിൽ വലിയ കടന്നൽക്കൂടുള്ളത്. ഇവ കൂട്ടത്തോടെ ആക്രമിച്ചാൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ. പരുന്തുൾപ്പെടെയുള്ള പക്ഷികൾ ധാരാളമുള്ളതിനാൽ ഇവയുടെ ആക്രമണമുണ്ടായാലും കടന്നൽ കൂടിയിളകാൻ സാധ്യതയുണ്ട്. മഴ ശക്തിപ്പെട്ടു വരുന്നതോടെ കൂട് തകർന്ന് കടന്നലുകൾ ഇളകുമോ എന്ന ആശങ്കയുമുണ്ട്. കടലിലും കരയിലും സുരക്ഷയൊരുക്കേണ്ട തീരദേശ പോലീസ് സ്റ്റേഷൻ കാടുമൂടി കിടക്കുന്നു. നീലേശ്വരം അഴിത്തലയിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് നോക്കുകുത്തിയായത്. കാസർഗോഡ് തളങ്കരയിൽ മാത്രമാണ് ജില്ലയിൽ നിലവിൽ തീരദേശ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. തീരദേശ മേഖലയ്ക്കൊപ്പം കടലിൽ കേരളത്തിന്റെ സമുദ്രാതിർത്തിയായ 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്തെ സുരക്ഷാ ചുമതലയും തീരദേശ പോലീസിനാണ്. ജില്ലയുടെ തീരദേശ മേഖലയിൽ സംഘർഷങ്ങൾ പതിവായപ്പോഴാണ് കുമ്പളയിലെ ഷെറിയയിലും നീലേശ്വരം അഴീത്തലയിലും കൂടി സ്റ്റേഷൻ അനുവദിച്ചത്. 1 വർഷം മുമ്പ് തന്നെ കെട്ടിടം ഒരുങ്ങിയ അഴീത്തലയിൽ ആദ്യഘട്ടത്തിൽ വൈദ്യുതി കണക്ഷനും വെള്ളമില്ലാത്തതും വഴിയില്ലാത്തതുമാണ് വിനയായത്. വെള്ളവും വെളിച്ചവും എത്തി. വഴി പ്രശ്നം വഴിയെ പരിഹരിക്കാമെന്ന് ജില്ലാ കലക്ടർ ഉറപ്പും നൽകി. സ്റ്റേഷന്റെ നടത്തിപ്പിന് ആവശ്യമായ ഓഫീസർമാർ ഉൾപ്പെടെ 40 തസ്തികകൾ, കടൽ നിരീക്ഷണത്തിനുള്ള ബോട്ട്, തീരനിരീക്ഷണത്തിന് ജീപ്പ്, ഓഫീസ് പ്രവർത്തനത്തിനുള്ള ഫർണിച്ചറുകൾ എന്നിവ അനുവദിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മാസങ്ങൾക്ക് മുമ്പ് തൈക്കടപ്പുറം മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ CI CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലെത്തിയ കാസർഗോഡ് തീരദേശ പോലീസാണ് ദിവസങ്ങളോളം പ്രദേശത്ത് കാവൽ നിന്നത്. പോലീസ് സ്റ്റേഷൻ പൂർണ്ണ സൗകര്യങ്ങളോടെ പ്രവർത്തന സജ്ജമായാൽ മത്സ്യബന്ധനത്തിനിടെയുള്ള അപകടങ്ങളിലും സഹായം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ ഈ പ്രതീക്ഷകൾ എന്ന് തീരമെടുക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചാണ് പുതുതായി പണിത തീരദേശ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ആളനക്കമില്ലാതെ കാടുമൂടിക്കിടക്കുന്നത്. നീലേശ്വരത്തെ കോട്ടപ്പുറം അച്ചാംതുരുത്തി റോഡ് പാലം അടുത്ത ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ്. ഇരുകരകളിലെയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ ഈ ഉറപ്പ് നൽകിയത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ CR സന്തോഷ് കുമാർ. നിർമ്മാണം പൂർത്തിയാക്കുന്നതിനനുവദിച്ച നിശ്ചിത സമയവും പിന്നിട്ടിട്ടും പൂർത്തിയാകാതെ കിടക്കുകയാണ് കോട്ടപ്പുറം പാലം. പാലമേറി വികസനം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇരുകരകളിലെയും ജനങ്ങളാണ് ഇതോടെ രോഷത്തിലായത്. ഇവർ സംഘടിച്ച് നടത്തിയ പ്രക്ഷോഭ പരമ്പരകളും ഫലം കണ്ടില്ല. മാസങ്ങളായി സ്തംഭന സ്ഥിതിയിൽ തുടർന്ന നിർമ്മാണം വിലയിരുത്താൻ ഇതിനിടെയാണ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD എത്തിയത്. ഉദ്യോഗസ്ഥ സംഘത്തിന് മുൻപിലും പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തി. ഉദ്യോഗസ്ഥർ ഇവരുമായി ചർച്ചയ്ക്കും ഒരുങ്ങി. ഇതിനുശേഷമാണ് നിർമ്മാണത്തിന് സമയക്രമം പ്രഖ്യാപിച്ചത്. ഇതിലും മികച്ച ഉറപ്പുകൾ മുമ്പും കൊടുത്തിരുന്നെങ്കിലും നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്ന കമ്പനിയുടെ തലവൻ നേരിട്ടെത്തി നൽകിയ ഉറപ്പും നാട്ടുകാർ എന്നത്തെയും പോലെ മുഖവിലേക്കെടുത്തിട്ടുണ്ട്. എന്നാൽ നൽകിയ ഉറപ്പുകളെല്ലാം മഷി ഉണങ്ങും മുമ്പ് ലംഘിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതെങ്കിലും പാലിക്കപ്പെടുമെന്നും തങ്ങളുടെ വികസന പ്രതീക്ഷകൾ വൈകാതെ പാലമേറി വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനിശ്ചിതകാല ബസ് സമരം പിൻവലിച്ചു. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്താൻ തീരുമാനം. റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട്. മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. KSRTCയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയില്ല. SFI പ്രവർത്തകർ കാസർഗോഡ് ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. പാഠപുസ്തക വിതരണം വേഗത്തിലാക്കണമെന്ന് ആവശ്യം. ABVP പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാക്കിയോട് വിട. KSRTC ഡ്രൈവറും കണ്ടക്ടറും ഇനി നീല യൂണിഫോമിൽ. പള്ളിക്കരയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് ആരോപണം. INL പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. കുടയിലും വരുമാനം നേടാം. കയ്യൂർ കൂക്കോട്ടെ കൂട്ടായ്മയുടെ കുട നിർമ്മാണം മാതൃകയാവുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.